സൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്രകോടികൾക്കധിപനാം ദ്രോണ, ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ, ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. സൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്രകോടികൾക്കധിപനാം ദ്രോണ. മാധവൻ, പട്ടാഴി മാധവൻ. ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. മാധവേട്ട, നമ്മുടെ കുഞ്ഞുണ്ണി പുഴയിൽ വീണ്ടും മിണ്ടരുത്. അതവിടെ ഇറക്കി വെക്കുക. മൃതശരീരമാണെങ്കിലും അതിനുണ്ടൊരു മാന്യത. നിന്നെയൊക്കെ കൈ തൊട്ടത് അശുദ്ധമാക്കിയാൽ അവൻ സഹിക്കില്ല, പൊറുക്കില്ല. അവനോട് വെക്കുതാഴെ. അനന്ത, നിക്ക, ഇത് എന്റെ ഡ്യൂട്ടിയാ. നിന്റെ ഡ്യൂട്ടി ചെമ്പ്രയിലെ ദുർമരണങ്ങളുടെ കണക്കെടുക്കുകയാണ്. അതെന്റെ ശിഷ്യന്മാരാണ്. ഈ ഡ്യൂട്ടി അവര് ചെയ്തോളൂ. മാറ. അല്ല, മാധവേട്ട, സത്യമായിട്ടും കുഞ്ഞുണ്ണിയെ കൊന്നത് സാവിത്രിയ. വിശ്വസിക്ക, മറിച്ചൊന്നും ഞങ്ങളോട് തോന്നരുത്. നിർത്തണം. മാധവേട്ട, അലാരിപ്പിൽ തുടങ്ങി തില്ലാനയിലും അവസാനിപ്പിക്കാത്ത ആളെ വിട്ടിയാക്കുന്ന നിന്റെ ഈ നാട്യമുണ്ടല്ലോ, അത് മാധവന്റെ അടുത്ത് ആടണ്ട. എന്റെ കുട്ടിയുടെ ദേഹത്ത് ആരുടെയെങ്കിലും ഒരു കൈവിരൽ പാട് പതിഞ്ഞുവെന്ന് ഞാൻ കണ്ടാൽ ആ നിമിഷം ഞാൻ തിരിച്ചു വരും ഈ അസുര ഗ്രാമത്തിലേക്ക്. അത് പുറപ്പെടാശാന്തി മാധവനായിട്ടായിരിക്കില്ല, കാലഭൈരവന്റെ അനുഗ്രഹമുള്ള മാധവനായിട്ടായിരിക്കും. അന്ന് നീയൊക്കെ പശ്ചാത്തപിക്കും, ഈ ഭൂമിയിൽ ജനിച്ചതിന്റെയും ജനിപ്പിച്ചതിന്റെയും പേരിൽ. കാത്തിരുന്നോ എന്റെ വരവ്. വിടില്ല ഒന്നിനെയും ഞാൻ. നിനക്കെന്ത് പറ്റി? എവിടെ പോയടാ നിന്റെ ചങ്കൂറ്റം? ഇനി മണിയങ്കോട്ട് വീരൻ ആരാണെന്ന് ചോദിച്ചാല് അച്ഛൻ മാത്രമല്ല, ചെമ്പറ മുഴുവൻ പറയും എന്റെ ഗിരീശനാണെന്ന്. ആ നിനക്ക് രക്തം കണ്ട പനിക്ക്. ഓ അച്ഛൻ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക. ഞാനല്ല കുഞ്ഞുണ്ണിയെ കുളത്തിലേക്ക് ചവിട്ടി വീഴ്ത്തിയത്. പിന്നെ എനിക്ക് സാധിച്ചില്ല. മണിയങ്കോട്ട് സാവിത്രിക്ക് ഇരയാകാനായിരുന്നു അവന്റെ വിധി. സാവിത്രി? അതെ, കുഞ്ഞുണ്ണി കുളം കാണാൻ പോയപ്പോ ഞാൻ അവിടെ ഒറ്റയ്ക്കായി. അപ്പോ ഞാൻ കേട്ടു മുത്തുപൊഴിയുന്ന പൊട്ടിച്ചിരി, താനേ ആടുന്ന ആട്ടുകട്ടിൽ പാലപ്പൂവിന്റെ മണം, ഇടനാഴിയിൽ എവിടെയോ ചെമ്പട്ടണിഞ്ഞൊരു സ്ത്രീരൂപം. കാര്യമറിയുന്ന കവടികൾ എന്താണാവോ പറയുന്നേ? മരിച്ച കുഞ്ഞുണ്ണി ജീവിച്ചിരുന്ന കുഞ്ഞുണ്ണിയേക്കാൾ അപകടകാരിയാണ്. ചതിച്ചോ എന്റെ ദേവി? കുഞ്ഞുണ്ണി നെല്ലൂർ മനയിലോ? ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. നെല്ലൂർ മന പൊളിച്ചു കളയുക. ഭൂമിക്ക് മുകളിൽ ഇനി ആ നരകം വേണ്ടെന്നേ. ഭൂമി മാത്രമായിട്ട് വാങ്ങാൻ ആളുകളുണ്ട്. ഇയാളാണോ ഭൂമി വാങ്ങാൻ വന്ന വ്യാപാരി? ആ അതെ അച്ഛാ, ഇതാ രാജീവൻ. പാതയിക്കരയില്ലത്തെയാ. ഇപ്പൊ ഇതാ ബിസിനസ്. നമ്മുടെ ഗൗരിക്ക് കൊള്ളാം. ഗജകേസരി യോഗമുണ്ട്. നമ്മുടെ ഗൗരിക്ക് ചേരും. അച്ഛാ, ഈ നെല്ലൂർ മന നിൽക്കുന്ന സ്ഥലം മാത്രം മതി രാജീവന്. മന വേണ്ട. കരിമരുന്ന് കൊണ്ട് വീട് പൊളിക്കണ ഒരു പാർട്ടി ഉണ്ട് കവളപ്പാറയില്. വിളിക്കണോ? സാവിത്രി വെള്ളിവാളിൽ ആവാഹിച്ച്
ഇവിടുത്തെ മച്ചിൽ കുടിയിരുത്തണം. എന്നിട്ട് മതി കമ്പക്കെട്ട്. മനസ്സിലായോ? ശരി അച്ഛാ. ബ്രാഹ്മണ ഭൂമിക്ക് ശുഭ്രനിറവും നെയ്യിന്റെ ഗന്ധവും ഉണ്ടാകും. ക്ഷത്രിയ ഭൂമി ചുവന്നതും ചോരയുടെ ഗന്ധമുള്ളതും. വൈശ്യഭൂമിക്ക് ക്ഷാരഗന്ധമുണ്ടാകും. കറുത്തതും ശ്മശാനത്തിന്റെ ഗന്ധം വമിക്കുന്നതുമായ ഭൂമി ശൂദ്രഭൂമി, പ്രേതഭൂമി. എന്റെ പഴനി മുരുക, കൊള്ളാം. ഉളിയന്നൂർ തച്ചൻ മണ്ണും മരവും കൊണ്ടെഴുതിയ കവിത. ഭൂമിയിലൊരു തച്ചന് 8 തരം ഗ്രഹങ്ങൾ പണിയാം. അതെ, എന്തോ ലക്ഷണം കണ്ടിട്ട് നെല്ലൂർമന ഏതിനത്തിൽപ്പെടും? ഹിരണ്യനാഥം, സിദ്ധാർത്ഥം, സുക്ഷേത്രം ഏത്? തെക്കിനി, പടിഞ്ഞാറ്റ, വടക്കിനി, കിഴക്കിനി. 4 ചേർന്ന് നിൽക്കുന്നത് യമശൂർപ്പമല്ല, തീർച്ച. യമദൈവതം മരണം മാത്രം പ്രദാനം ചെയ്യും. അമ്പട തച്ച, അതെ, ശരവണ, പഴനിയിൽ ആറാടിയ ഭസ്മവും പഞ്ചാമൃതം ഉണ്ട്. ഒന്നും ഭയപ്പെടണ്ട, അടുക്കില്ല ധാത്രി. തിരുത്തും. എഴുതിയവനെ കൊണ്ട് തന്നെ ഈ കവിത ഞാൻ തിരുത്തിക്കും. സന്ധ്യയ്ക്ക് മുമ്പേ ഉളിയന്നൂർ തച്ചന്റെ തന്നെ താവഴിയിൽ ഒരുത്തൻ ചെമ്പറയിലെത്തും. ഇനി ഒരിടം കൂടിയേ ബാക്കിയുള്ളൂ. ആ കൊലയാളി വാവലുകൾ പാറിപ്പറക്കുന്ന ആ മുറി. ആ ക്ഷേത്രത്തിൽ ഭുവനേശ്വരിക്ക് മാത്രമല്ല പ്രതിഷ്ഠ, പാലച്ചൂട്ടിൽ താത്രിക്കുമുണ്ട്. അവിടെ വിളക്ക് വെച്ച് തൊഴുതു നിൽക്കുന്നു മറ്റൊരു യക്ഷി. ആരാ? നിന്റെ അടുത്തി തുളസിയുടെ അകത്തുണ്ട്. അവള് മച്ചില് വിളക്ക് വെക്കാൻ ഒരുങ്ങ. എന്ത് വിട്ടിത്താ നീ കാണിച്ചത്? അവളെ ഒറ്റയ്ക്ക് മച്ചിലേക്ക് അയച്ചിട്ട് നീ ഇവിടെ വന്ന് നിൽക്ക. യക്ഷി പിടിച്ച് എല്ലാം കൂടെ ചെന്ന് കയറിക്കൊടി. ഇന്ന് ഒരുമിച്ച് പൊലകുളി അടിയന്തരം കൊണ്ടാടാം. എന്നെയാണ് നിനക്ക് വേണ്ടതെങ്കിൽ ആ സാധുവിനെ വെറുതെ വിട്. മണിയങ്കോട്ടി ജയ.
പോയി. ചാകുന്നത് വരെ നിന്നെ ഞാൻ കൊല്ലും. മാധവ, എന്റെ വീട് ഞാനൊന്ന് പറയട്ടെ. ആണായിട്ട് പറയടാ. എന്റെ കുഞ്ഞുണ്ണിയെ ഈ നീർക്കുഴിയിലിട്ട് കൊന്നത് നീയല്ലേ? അല്ല, ജന്മം പിഴച്ച ദുഷ്ടനും മന്ത്രമില്ലാത്ത ദുർദേവതയും നശിക്കും. ഭൂമിയിൽ നശിക്കണം. നീചൻ നീതിയുടെ ശാസനകൾ അനുസരിച്ചേ പറ്റൂ. നിശ്ചയിക്കപ്പെട്ട മരണമാണ് നിന്റേത്. കൊണ്ടുപോയിക്കോളൂ. കൊണ്ടുപോയി തിന്ന സാവിത്രി നിന്റെ മകനെ. നീ പോ മാധവ. നിന്റെ ശവവും കാത്ത് എന്റെ അച്ഛൻ ചെമ്പ്രപ്പുഴക്കരയിൽ കാത്തു നിൽപ്പുണ്ട്. പോ, മുങ്ങിച്ചാവ്. കുട്ടേട്ടനോ? അവിടെ കാണും. അല്ലല്ല, അവിടെ 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 അവിടെ. ഹേയ്, വടക്കിനി കാണും. വടക്കിനി അല്ല, തെക്കിനി തെക്കിനി തെക്കിനി. ഈ ഭൂഗോളം മുഴുവൻ പോയി തരേ. നെല്ലൂർ മനക്കലെ ഇല്ലത്തമ്മേ, തൃശൂലമേന്തിയ നിന്റെ കുട്ടേട്ടൻ മരിക്കാതിരിക്കണമായിരുന്നെങ്കിൽ അവൻ എന്റെ മുന്നിൽ വരാതിരിക്കണമായിരുന്നു. നാളെ രാവിലെ പുഴയിലിറങ്ങി തപ്പിയാ മതി. അപ്പോഴേ പൊങ്ങൂ ചത്ത ചണ്ടികൾ. കൊച്ചമ്പ്രാൻ അംഗം ജയിച്ച് ഇപ്പം എത്തും തിരുമേനി. എന്നിട്ട് എവിടെയോ വിജയജ്യോതി? കൈപിടിക്കാതെ കാര്യം നടന്നാ അച്ഛനെ അറിയിക്കാൻ അക്കരെ നിന്ന് ടോർച്ച് തെളിയിക്കാന്ന് പറഞ്ഞാണല്ലോ ഗിരീശൻ. ഇക്കണ്ട നേരമായിട്ട് തെളിഞ്ഞില്ലേ ആ ജ്യോതി? അത് ഇപ്പൊ തെളിയും. കണ്ടോളൂ. തമ്പുരാനെ, പട്ടാഴി തിരുമേനിയല്ലാതെ ആദ്യമായിട്ടാ നെല്ലൂർ കുളത്തിൽ വീണ ഒരാൾ ജീവനോടെ. തമ്പുരാനെ, അയ്യോ കൊച്ചമ്പ്രാൻ. തമ്പുരാനെ എടുത്തോ മോനെ. ജയ ജയ ജയ. വിളിക്കണ്ട. വിളി കേൾക്കില്ല. മഹാഭാവി, എന്റെ മോനെ നീ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുണ്ണിയെ കഴുത്തറുത്ത് കൊന്നതുപോലെ ഈ ദുഷ്ടനെയും കുളത്തിലിട്ട് കഴുത്തറുത്ത് കൊന്നു മണിയൻകൂട്ട് സാവിത്രി. അങ്ങനെ വിശ്വസിക്കും. അതാണ് ശരി. നീയാണ് കൊന്നത്. ആ കുറ്റം ഞാൻ ഏൽക്കണമെങ്കിൽ എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നത് ആരാണെന്ന് കാരണം അവര് പറയണം. സാവിത്രി ചെമ്പ്രയിലെ ആ പഴങ്കഥ ഞാനായിട്ട് തിരുത്തുന്നില്ല. പക വീട്ടിയല്ലേ? പക വീട്ടാനുള്ളതാണ് മൂപ്പരെ. ഉച്ചയിൽ ഉപ്പോളം ബുദ്ധിയുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. എന്റെ ജീവനിൽ ഇടപെടരുത്. ഇതുകൊണ്ടൊന്നും തീരില്ല. കാരണവരെ, എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നതിന്റെ കണക്ക് ഞാൻ ചോദിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒളിയുദ്ധത്തിന് വന്നവരിൽ ഒരാൾ കൂടെ നാളെ പൊങ്ങും. ചൂണ്ടക്കാരൻ വാസു. അപ്പൊ വിഷാരിയോ? മോനെ മോനെ